അപ്പോഴേ ഞാൻ രശ്മിയാണേ. എല്ലാവർക്കും ഉള്ള പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. നമ്മളൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. എവിടം വരെ എത്തുന്നുള്ളത് നമുക്ക് വീഡിയോയുടെ അവസാനം കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒരു കുണ്ടൻ പറ ഭൂരി ഉണ്ടാക്കാനായിട്ട് മാവൊക്കെ കുഴച്ച് പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിൽ കറിക്കുള്ളത് കുക്കാൻ വേണ്ടി അങ്ങനെ വേവിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. തുള്ളി വേണം ഇത്ര പരീക്ഷ സമയമാവുകൊണ്ട് അച്ചുട്ടന് ഇത്തിരി നേരത്തെ എണീക്കണതാണ്. അപ്പോൾ ഒരു ഇടയിലിടയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനാന്നുള്ള പേരും പറഞ്ഞ് എൻ്റെ കൂടെ കൂടുകയാണ്. അങ്ങനെയും അവന് പുസ്തകത്തിന് മുന്നിൽ നിന്ന് എണീക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഭൂരിയും ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഒരു 3-4 ഒക്കെ വെച്ച് ആക്കിയാൽ മതി. അത്രയൊക്കെ തന്നെ രാവിലെ ആ ഒരു നേരം ഇരുന്ന് കഴിക്കുള്ളൂ. പക്ഷേ ചുടുന്നനെ ഇങ്ങനെ ആക്കി വെച്ചാൽ കറി ആവണേൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി കഴിക്കാൻ പറഞ്ഞാൽ അങ്ങനെ എടുത്ത് കഴിച്ചോളൂ. ഞാൻ ഓർക്കും അത് വയറ്റിൽ പെടുന്ന അത്രയും നല്ലതല്ലേ, വയറങ്ങോട്ട് നിറഞ്ഞിരിക്കുമല്ലോ. പിന്നെ ഉച്ചരിങ്ങിട്ട് സ്കൂളിട്ട് വന്നാലും കൊടുക്കാം. നമ്മൾ ഈ ബേക്കറിയൊക്കെ കൊടുക്കണേക്കാളും നല്ലതാണല്ലോ ഇതുപോലെയുള്ള ടിഫിൻ ഐറ്റംസൊക്കെ ഓരുടെ വയറ്റിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത്തിരി അധികം ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. പക്ഷെ ഒരു കഴിക്കാത്ത പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എണ്ണത്തിന് അങ്ങനെ കുറച്ച് കമ്മിയാക്കി തന്നെ ആക്കുള്ളൂ. ഇതുപോലുള്ളതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ബാക്കിയൊന്നും ആവൂലല്ലോ എന്നോർത്തങ്ങനെ കുറേ അധികം ഉണ്ടാക്കുന്നതാണേ. ഇതൊരു വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ്. ഇന്നിപ്പോൾ അച്ചുട്ടന് എക്സാം ഉണ്ട്, ആദിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച എക്സാം ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരു അംഗം പ്രത്യേകം കമൻ്റ് ഇട്ടിട്ടുണ്ട് വ്ളോഗുകളിൽ എന്തെങ്കിലുമൊക്കെ റെസിപ്പി കുക്കിംഗ് ഐറ്റം ഒക്കെ കാണിക്കാനായിട്ട്. ചിലപ്പോൾ ഒക്കെ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാറില്ല, കാരണം കൊണ്ടാണ് അതൊക്കെ കുറച്ച് കമ്മിയായി വരണം കേട്ടോ. മാക്സിമം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ ശ്രമിക്കലുണ്ട്. എല്ലാ വ്ളോഗിലും ഒരു ടിപ്പ് പറയുമോ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് കാണിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളത്. ചിലപ്പോൾ ഒന്നും പറ്റാത്തതുകൊണ്ടാണ്, ഞങ്ങളെല്ലാവരും ക്ഷമിച്ചേക്കണം. പക്ഷേ ഇന്ന് ഞാൻ ആരെയും മുഷിപ്പിക്കില്ല. നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ പോകെ കാണിക്കേ. അപ്പോൾ രാവിലത്തെ പരിപാടികളിലാണ് ഇപ്പോൾ നമ്മൾ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ചുടുന്നതന്നെ നമ്മൾ ഭൂരി ചുട്ടെടുക്കുന്നുണ്ട്. കറി ഇഷ്ടമാണ്, ഞാൻ നേരത്തെ പറഞ്ഞൂല്ലേ. ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇഷ്ടമുള്ള ഒഴിക്കാനുള്ളത് അച്ചൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇത്തിരി വെള്ളം തളിച്ച് തേങ്ങാപ്പാൽ എടുത്താൽ മതി പറഞ്ഞേനു. പക്ഷെ മൂപ്പര് തേങ്ങാപ്പാൽ കുറച്ച് അധികം ആയിക്കോട്ടെ, നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറി ഇത്തിരി ലൂസാവാൻ എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിക്കുള്ള കടുവൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ. കടുവും അതുപോലെ ചുവന്ന മുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയും അതുപോലെ വേറെന്താ പച്ചമുളകൊക്കെ കീറിയിട്ട് വേവിച്ചെടുത്തതാണ്. ഇന്ന് മഞ്ഞപ്പൊടിയോ വേറെ ഒരു പൊടിയോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇഞ്ചി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിങ്ങനെ ഒരു വെള്ള കളറിലാണ് നമ്മൾ കിഴങ്ങ് സ്റ്റൂ റെഡിയാക്കുന്നത്. അധികവും ഞാൻ മഞ്ഞ കളറിലാണ് ആക്കാറ്. മഞ്ഞപ്പൊടി ചേർക്കുന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതില്ല, ഇങ്ങനെ വെള്ളയായിട്ട്. ഇടയ്ക്കൊക്കെ ഒരു വ്യത്യാസം വേണമല്ലോ. കടുകെടുത്ത അളവ് ഇത്തിരി കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. കടുക് കറിയാണോന്നാണ് അച്ചുട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന് കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതാണ്. പിന്നെ അച്ചു ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല കുറുക്കല്ല, ഇത്തിരി ലൂസായിട്ടാണ്. എന്നാലും നല്ല മയമുള്ള ആ ഭൂരിയിലോട്ട്, ചൂടുള്ള ഭൂരിയിലോട്ട് ആ ഒരു കറി ഒഴിച്ചൊപ്പി കഴിക്കാനായിട്ട് നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. ഭൂരി പണ്ടൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് ഫേവറേറ്റാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോണ ഐറ്റം എന്താണെന്ന് പറയട്ടെ. വെറൈറ്റി ഡിഷ് വേറെ ഒന്നുമല്ല, കൂർക്കയും മത്തിയും കൂടെ കറി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. കൂർക്ക ഞാൻ നന്നാക്കി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ തൊട്ട് മുന്നുള്ളൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, മത്തി നന്നാക്കണേ കൂർക്ക നന്നാക്കണയൊക്കെ. പക്ഷെ നമുക്ക് അന്നത് ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാനതെല്ലാം എടുത്ത് വെച്ച് ഇങ്ങനെ പിറ്റേ ദിവസമാണ് ആക്കിയത്. അപ്പോൾ 1/2 കിലോ കൂർക്കയ്ക്ക് 1/2 കിലോ മത്തി എന്നുള്ള കണക്കിലാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ആവശ്യത്തിന് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഒരു 2-3 വലിയുള്ളിയും കൂടെ ചോപ്പ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ പുതിയ ചോപ്പർ വാങ്ങിച്ചാണ് മീഷോന്ന് കേട്ടോ. മുന്നേയുള്ള എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയാം, ഞാൻ എപ്പോഴും ഉള്ളിയും ക്യാരറ്റും ബീട്രൂട്ടും ഒരുവിധം എല്ലാ സംഭവങ്ങളും ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യാറാണ് പതിവ്. പിന്നെ നമ്മളെ ചോപ്പറോട് കിടന്നു. പിന്നെ അതൊന്ന് ഓർഡറാക്കി ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പം അത് മേടിച്ചതിൻ്റെ ഉദ്ഘാടനം എന്ന് തന്നെയായിരുന്നു. കണ്ടില്ലേ, വലിയ ഉള്ളി ഇങ്ങനെ കുനുകുനാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വെച്ച് അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലോട്ട് കുറച്ച് ഉലുവ പൊട്ടിക്കുകയാണ്.
അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നുറുക്കി വെച്ചതും ചെറുള്ളി നുറുക്കി വെച്ചതും ഇട്ട് കൊടുത്തു. അതൊന്ന് വഴറ്റിയതിന് ശേഷം വലിയ ഉള്ളി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചോപ്പറിൽ ചോപ്പ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ കുനുകുനുകുനാ അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും വേറെ ചതച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ആ എണ്ണയിലോട്ട് തട്ടിക്കൊടുക്കുക. പിന്നെ അത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഇങ്ങനെ കൂർക്കയും മത്തിയും വെച്ച് കറിയാക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോൾ ഒരുപാട് പേര് കൂർക്കയും മത്തിയും വെച്ച് കറിയാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ ഭാഗത്തൊക്കെ ഒരു വെറൈറ്റി സ്റ്റൈലിൽ തന്നെയാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ പലതും പല രീതിയെ കൊണ്ട് ഞാൻ എൻ്റേതായ ഒരു രീതിക്കാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അടുപ്പത്ത് ഉള്ളിയൊക്കെ വഴറ്റുന്ന നേരെ കൊണ്ട് കൂർക്ക ഒന്ന് വേവിച്ചെടുക്കാമെന്ന് ഓർത്ത് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി ഗ്യാസ് അടുപ്പിൽ വെച്ചാണ്. എന്ന് വെച്ചാൽ അടുപ്പത്ത് നമ്മൾ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. മസാല ആയതിന് ശേഷം നമുക്ക് ആ കൂർക്ക വെന്തത് ഇതിലോട്ട് തട്ടിക്കൊടുക്കാമല്ലോ എന്ന് ഓർത്തു. കുക്കറിൽ വേവിക്കില്ല, എന്ന് വെച്ചാൽ അത് വേവ് ഓവർ ആവണ്ടെന്ന് കരുതിയിട്ടേ. അപ്പോൾ നമ്മൾ ആ വഴറ്റി വെച്ച ഉള്ളിയിലോട്ട് ആവശ്യത്തിന് എരിവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മല്ലി ഇട്ട് കൊടുക്കൂലേ, അതിനനുസരിച്ചിട്ട് കുറച്ച് മല്ലി ചേർത്ത് കൊടുക്കുക. പിന്നെ എക്സ്ട്രാ കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു കളറിനും ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ പൊടിക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൂർക്കയിലും കുറച്ച് ഉപ്പൊക്കെ ഇട്ടതാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കി അത് കറക്റ്റ് ആക്കാം. ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കറി ഒരു വകയ്ക്ക് പറ്റൂല. അപ്പോൾ പൊടികളുടെ മസാലക്കുത്തൊക്കെ മാറുന്ന വരത്തേക്കും നല്ല രീതിക്ക് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് അത് വിട്ട് കിട്ടിയ ഒരു പരുവത്തിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി ഒന്ന് കടന്നങ്ങോട്ട് വേവട്ടെ. കൂർക്ക വേറെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ തന്നെ ഇട്ട് വേവിക്കായിരുന്നു. സമയം ഉച്ചയാവാറായതുകൊണ്ട് എളുപ്പമായിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഞാനൊരു അങ്ങനെ തിളപ്പിച്ചെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. കൂർക്ക വെന്തിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു മസാലയിൽ തന്നെ കടന്നിട്ട് കൂർക്ക വേവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അങ്ങനെ എടുത്തിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആ മസാലയിലേക്ക് നമ്മൾ ആ കൂർക്കയൊക്കെ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂർക്കയിൽ നല്ല മഞ്ഞപ്പൊടിയുടെ കളറ് പിടിച്ചിട്ടുണ്ട്, ഉപ്പും പൊടിച്ചിട്ടില്ല, വെന്തിട്ടുമില്ല. ശേഷം നമ്മൾ ആ കൂർക്ക തിളച്ച വെള്ളമല്ലേ, കൂർക്ക വെള്ളം, അത് തന്നെ ആ മസാലയ്ക്കായിട്ട് പാർന്നു കൊടുത്തു. ഞാൻ മസാലയിൽ കടന്നിട്ട് കൂർക്കേനെ നമുക്കത് വേവിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് കൊടുക്കുള്ളൂ കേട്ടോ. പുളിയിൽ കടന്നു കഴിഞ്ഞാൽ കഷ്ണങ്ങൾ എത്രത്തോളം വേവും എന്നുള്ളതിലേക്ക് ഒരു സംശയമുണ്ട്. അപ്പോൾ ആ ഒരു കൂർക്ക വെള്ളത്തിൽ കടന്നിട്ട് ആ മസാലയിൽ കടന്നിട്ട് കൂർക്ക ഇങ്ങനെ വെന്ത് നല്ലൊരു പരുവായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ശരിക്കും കണ്ടതല്ല, ചിക്കൻ വരട്ടിയമാരുണ്ടല്ലേ, പോർക്കൊക്കെ വരട്ടിയമാരി, ബീഫൊക്കെ വരട്ടിയമാരി തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കൂടെ ഈ കൂർക്ക വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാത്രേ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ കൂർക്കയുടെ കൂടെ മീനും ഇറച്ചി ഒന്നും കഴിച്ചിട്ടില്ല. കൂർക്ക വേറെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇന്ന് വരെ കഴിച്ചിട്ടുള്ളൂ. ഇതാദ്യമായിട്ടാണ് കഴിക്കാനും പോണതും ഉണ്ടാക്കാൻ പോണതും. സംഭവം എപ്പോഴും കൂർക്ക മെഴുക്ക് വരട്ടിയായിട്ടോ ഉപ്പേരിയായിട്ടോ അങ്ങനെയൊക്കെയാണ് ആക്കാറ്. വല്ലപ്പോഴും ഒക്കെ കൂർക്ക വെച്ച് വെറുതെ തേങ്ങ അരച്ച് കറി ആക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. വെറുതെ ഉള്ളിയും തക്കാളിയൊക്കെ വഴച്ചിട്ട് മസാലയൊക്കെ ഇട്ട് കൂർക്ക ഇടുക, ഇറച്ചിക്കറി മാതിരി തന്നെ ഉണ്ടായിരുന്നു. ആദ്യം പറയുന്നുണ്ട് ആ മതിലിപ്പോൾ പുളിയൊന്നും ഒഴിച്ച് മത്തിയിടണമെന്നില്ല, അതിപ്പോൾ ഇങ്ങനെ കഴിക്കാനും സ്വാദുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന്. കൂർക്ക അത്യാവശ്യം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി വേവായിരുന്നു എന്ന് ഓർത്തു ഞാൻ കേട്ടോ. അങ്ങനെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു പോരുന്ന ഒരു പരുവായപ്പോഴത്തേക്കും നമ്മൾ ആ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മളടുത്ത് കുടംപുളിയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഇഷ്ടമായില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പുളിവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തു. പുളി നല്ലോണം തിളച്ച് കുറുകാനൊന്നും നിന്നിട്ടില്ല. എന്താ വെച്ചാൽ ആ ചുട്ടിക്ക് കഴിക്കാൻ തിരക്കായിട്ടുണ്ട്, ഓന് പരീക്ഷയ്ക്ക് പോകണ്ടല്ലേ എന്നോർത്ത് മാത്രം ഞാൻ പുളിയിലോട്ട് തന്നെ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ശരിക്കും ആ പുളിവെള്ളം ഒന്നുകൂടെ തിളച്ച് കുറുക്കിയതിന് ശേഷം മാത്രം മത്തി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മത്തി അങ്ങോട്ട് വെന്തുടയുള്ളൂ. കൂർക്ക മീൻ കറി കൂർക്ക വേണ്ട എനിക്കുണ്ടോ, അച്ചൂട്ടനുണ്ടല്ലോ കൂർക്ക മീൻ കറിയത്തെ മീൻ വേണ്ട, കൂർക്ക മാത്രം മതി എന്ന് പറയുന്നത്. കൂർക്കൊക്കെ 3/4 ഭാഗം വന്നിട്ടുണ്ട്. പിന്നെ ഈ മത്തിയുടെ കൂടെ കിടന്നൊരു ലാസ്റ്റ് ഭാഗം കൂടെ വന്നാൽ നമ്മളെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പറയണം, അതിന് ഒത്തിരി സ്നേഹത്തോടെ 1000 താങ്ക്സ്. ഓ ഓടാ പൈറ്റക്കാരാ, പോയി പടിയിടാ. ഇനി പഠിക്കില്ലേ? എന്താ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല.
ഇല്ല എന്നെ വിളിക്കില്ല. എങ്ങോട്ടേക്ക് വേണം വേസ്റ്റ് ചെയ്യാം അറിയിക്കണോ. എനിക്കിങ്ങനെ കറി ഈ ഒരു പരുവായപ്പോൾ തോന്നി കുറുക്ക ഒന്നും കൂടെ വെന്ത് പാകമായതിന് ശേഷം മാത്രം പുളി ഒഴിച്ചാൽ മതിയായിരുന്നു. പുളി നല്ലോണം തിളച്ച് കുറുക്കിയതിന് ശേഷം മത്തിയും ചേർത്താൽ മതിയായിരുന്നു എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ പുളി ഒഴിച്ചാൽ കുറുക്ക വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുളിയിൽ കിടന്നിട്ട് കുറുക്ക ഒന്നുകൂടി വേവട്ടെ എന്ന് ഓർത്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മത്തി വെന്ത് ഉടയുകയും ചെയ്യും. ആ കാരണം കൊണ്ട് ആ ഒരു സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. നമ്മൾ തിരക്ക് പിടിച്ചുണ്ടാക്കുമ്പോൾ അല്ലെങ്കിലും ഇങ്ങനെയാണ്. പക്ഷേ ഒരു മോശമായില്ല, കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവസാനം കുറുകി നല്ല പരുവായിട്ട് കിട്ടുകയൊക്കെ ചെയ്തു. പക്ഷെ ആരെങ്കിലുമൊക്കെ ഇത് കണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറുക്ക നല്ലോണം വെന്തതിന് ശേഷം മാത്രം പുളി ഒഴിക്കുക. പുളി ഒഴിച്ച് നല്ലോണം കുറുകിയതിന് ശേഷം മാത്രം മത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ മത്തി ഒന്നും ഉടയാണ്ട് പാകമായ കുറുക്കയെ കൂടെ നമുക്കത് എടുക്കാനും കഴിക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റെസിപ്പി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോഴേ ഞാൻ ഓർത്താണ് ഇത് ഉണ്ടാക്കണം കഴിക്കണം എന്നുള്ളത്. എന്നുവെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു കളറൊക്കെ ആയിരുന്നു കേട്ടോ അത്. ഞാനാണെങ്കിൽ ആ വീഡിയോ ഒരു ഇട്ടേക്കുകയും ചെയ്തില്ല, എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ടേ. പിന്നെ അങ്ങനെയാണ് യൂട്യൂബിൽ നോക്കിയപ്പോൾ പിന്നെ മൊത്തം വെറൈറ്റി കൂർക്ക ചാള കറിയായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ വെറൈറ്റിന്നും കൂടെ ഞാൻ ഇത്തിരി മോഷ്ടിച്ച് നമ്മുടേതായ കുറച്ച് പൊടിക്കൈ ഇട്ടിട്ട് ഇങ്ങനൊരു സ്റ്റൈൽ മീൻ കറിയുടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല സ്വാദുണ്ടായിരുന്നു എന്ന്. കൂർക്ക വേറെ തന്നെ ഉപ്പേരിയാക്കണ്ട, രണ്ടും കൂടെ ഒരു പ്രാവശ്യത്തെ കുക്കിങ്ങിലാണ് കഴിയും. ഉപ്പേരി പണിയും കൂട്ടാൻ പണിയും ഒക്കെ നല്ല സ്വാദുണ്ടായിരുന്നു. ആ പുളി കടന്നിട്ട് വേണ്ട കൂർക്കൊക്കെ ചോറ് കൂട്ടി കഴിക്കാൻ എന്ത് രസമായിരുന്നു അറിയോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കറി വെക്കണം. എനിക്ക് ചിക്കൻ്റെ കൂടെയും കൂടെ കൂർക്ക ഇട്ടിട്ടൊന്ന് വേവിച്ച് കഴിക്കണം എന്നുണ്ട്. ഏറ്റവും അടുത്തൊരു പ്രാവശ്യം നമ്മൾ അങ്ങനെ ഒരു ഡിഷ് എന്തായാലും ഉണ്ടാക്കും. ഇവിടെ എല്ലാവരും കൂർക്ക ഫാൻസാണ്. അപ്പോൾ ഇതുകൊണ്ട് കറിയാക്കി കഴിഞ്ഞാൽ ദൈവമേ ഇനിയിപ്പോൾ ആ കൂർക്ക കഴിക്കാണ്ടിരിക്കുമോ, അത് വേസ്റ്റ് ആവുമോ എന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കാണുന്ന പോലെ തന്നെയാണ്, കാണുമ്പോൾ നല്ല ചന്തല്ലേ കാണാനായിട്ട്, കളറൊക്കെ അതേമാതിരി തന്നെ നല്ല സ്വാദും ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ ചിലതുണ്ടാക്കുമ്പോൾ പറയലില്ലേ രസമൊക്കെ ഉണ്ട് പക്ഷെ ഉണ്ടാക്കി വെക്കൊന്നും വേണ്ട, അത്ര രസമല്ലാന്ന്. പക്ഷെ ഇതങ്ങനെയല്ല, ഉണ്ടാക്കി നോക്കണം എന്തായാലും. മത്തിയും കൂർക്കയും കൂടെ കറി ഉണ്ടാക്കാത്തവരും കഴിക്കാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അത്ര സ്വാദുണ്ട് കേട്ടോ. പുളി കടന്ന് വെന്ത കൂർക്കയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണ്. പുളി പാകത്തിന് എടുക്കണേ, അത് ഞാൻ ആദ്യമേ പറയുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ കൂർക്ക വെന്തയ്ക്ക് പുളിവെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ പുളിവെള്ളം ഒഴിക്കുക. എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി ടേസ്റ്റ് നോക്കുക. എന്ന് വെച്ചാൽ പുളിയുടെ അളവ് നല്ലോണം കൂടിക്കഴിഞ്ഞാൽ കറി സ്വാദ് ഉണ്ടാവില്ല. വെറുതെ ഒരു പുളിവെള്ളത്തിൽ മീനും കുറുക്കിയിട്ട് കഴിക്കണ മാതിരി ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റ് സമയം 12:32. ഇനി വരുമ്പോ ഞങ്ങൾ ഇവിടെ എല്ലാം കൂടെ അടങ്ങിയിരിക്കണേ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ ഉണ്ടാവും, ഞങ്ങള് ടൗണിലുണ്ടാവും. ഒന്നുമില്ല, ഞങ്ങളിവിടെ വീട്ടിക്ക് വരും. വേഗം പോവാൻ നോക്കൂ. ഞാൻ 35 അവിടെ എത്തുമ്പോഴേക്കും കറക്റ്റ് ആവും. ഞാൻ എൻ്റെ ടീച്ചറെ കാണാൻ ഞാൻ ജന്മത്തിക്ക് ഇങ്ങില്ല. ഇന്നിപ്പോൾ അച്ചുട്ടന് തുണയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. വീട്ടിൽ നിന്ന് ഇത്തിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ടൗണിൽ അവൻ്റെ കൂട്ടുകാരൻ കാത്ത് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദിത്യൻ ഇരുന്ന് പഠിക്കുക തന്നെയായിരുന്നു. ഇപ്പോൾ ഊണ് കഴിക്കാറായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തായിരുന്നു. അപ്പോൾ കറി നല്ല ഇഷ്ടമായി, നല്ല സ്വാദുണ്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്രയും കൂടെ കറി കൊണ്ടുവന്ന് വിളമ്പി എടുത്തതാണ്. കിണ്ണം കണ്ടില്ലേ, നിറച്ചും കറിയാണ്, ചോറ് വളരെ കുറച്ച് വേണ്ടായിരുന്നത്. ഊണഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അവനും കൂടെ അങ്ങനെ ടൗണിക്കൊക്കെ പോയി. പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് അവന് അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ അവിടെ ആധാറൊക്കെ കൊടുത്തൊന്ന് അപ്ഡേറ്റ് ആക്കണമായിരുന്നു. പിന്നെ അവന് ATM കാർഡിന് അപേക്ഷിക്കണം അത്രേ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഒരുപാട് പൈസ അങ്ങ് കുമിഞ്ഞ് കൂടിയിട്ടൊന്നുമല്ല, മൂപ്പർക്ക് സ്വന്തമായിട്ടൊരു ATM കാർഡ് വേണമെന്ന് ഞാൻ മുന്നേ ഒരു വ്ളോഗിൽ പറഞ്ഞില്ലേ. അപ്പോൾ അതെല്ലാം ആക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ ടൗണിൽ നല്ല റോഡ് പണിയും തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരത്തേക്കും എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.